ഹായ്, നമസ്തേ. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ലൈവ് വന്നിരിക്കുകയാണ്. ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ എന്നോ ഉപേക്ഷിച്ച ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഒരിടത്തും യാതൊരു വിധത്തിലുള്ള വിശദീകരണത്തിനും നിൽക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് കളഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2-3 ദിവസങ്ങളായിട്ട് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന കവിയും ഞങ്ങളുടെയൊക്കെ കൂടെ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യനായ കലാകാരനായ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറും അതേപോലെ തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും ചലച്ചിത്രകാരനും സംവിധായകനും എല്ലാമായിട്ടുള്ള ശ്രീകുമാരൻ തമ്പി സാറും ഒക്കെ അവരുടെ പ്രതിഫലത്തിനെ ചൊല്ലിയും അവരുടെ കവിത ഇകഴ്ത്തിയതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെ വേദനാജനകമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമാനമായ ഒരു അനുഭവം കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് എനിക്കുണ്ടായതും ഈ സോഷ്യൽ മീഡിയ മുഴുവൻ പല തരത്തിലുള്ള ചേരികളായിട്ട് തിരിഞ്ഞു നിന്ന് എന്നെ കുറ്റവാളിയാക്കിയും പ്രതിയാക്കിയും ഒക്കെ സംസാരിക്കുന്നതും വളരെ ആദരണീയനായ സന്ദീപ് വചസ്പതിയെ പോലൊരു നേതാവ് വന്നിട്ട് ഇനി ഈ നിലയത്തിൽ നിന്നും സംപ്രേഷണം ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞു പോയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആ ഒരു സമയത്ത് എനിക്ക് വന്നുകൊണ്ടിരുന്ന കോൾസ് എന്ന് പറഞ്ഞാൽ സമാനമായ അനുഭവമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം എന്റെ കുറെ അധികം പാർട്ടിയിലുള്ള ആൾക്കാർ വന്നിട്ട് ഇനി ഇതിന് യാതൊരു വിശദീകരണത്തിനും സംസാരത്തിനും ഒന്നും പോകണ്ട, പിന്നെ ഞാൻ ചെയ്ത ഒരു നല്ല കാര്യത്തിന് എനിക്കിതാണല്ലോ ഈശ്വര കൂലി കിട്ടിയത് എന്നോർത്തിട്ട് ഞാനും മനസ്സും അടുത്തിട്ട് ഈ വിഷയം സംസാരിച്ചിരുന്നില്ല. എന്നാൽ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറിനെ പോലെയുള്ള ഒരാളിനെ വിളിച്ചിട്ട് 2400 രൂപ മാത്രം വണ്ടിക്കൂലി കൊടുക്കുകയും അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാറിന്റെ കവിത വാങ്ങിയിട്ട് പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള എത്രയോ കവിതകൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അല്ലെ, സിനിമാ പാട്ടുകളും എല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അർത്ഥസമ്പുഷ്ടമായ വരികളെ കുറിച്ചൊക്കെ നമുക്കറിയാം. എന്നിട്ട് എന്തൊക്കെയോ കാരണങ്ങളുടെ പേരിൽ അത് നിഷേധിച്ചുവെന്നും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഈ വിഷയം എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് കുറച്ച് ആൾക്കാരുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ മാറ്റാനെങ്കിലും ഇത് ഉപകരിക്കുമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ ഇന്നിപ്പോ ഈ ലൈവ് വന്നിരിക്കുന്നത്. ഇത് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടോ അവര് തെറ്റുതിരുത്താനോ ഒന്നുമല്ല. അവരാരുമല്ല, തെറ്റുതിരുത്തേണ്ടത് ഈ സമൂഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ശരിക്കും പറഞ്ഞാല് ഞാൻ ബിഗ് ബോസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പാണ് ശ്രീ സന്ദീപ് വചസ്പതി എന്ന് പറഞ്ഞ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പെണ്ണുക്കരയിൽ അവരുടെ കരയോഗ മന്ദിരത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് പങ്കെടുക്കണം എന്ന് എന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ വർഷം എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഞാൻ ബിഗ് ബോസിലേക്ക് പോയി. അതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് എന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു നല്ല ദൂരമുണ്ട് ഇവിടെ, ഏകദേശം 132 കിലോമീറ്റർ ഗൂഗിളിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ദൂരത്തിലേക്ക് എനിക്ക് വരണം എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല ലക്ഷ്മി, അവർ വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും. ഒരു രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്നെ വിളിച്ചോളും എന്ന് പറയുന്നു. സന്ദീപ് ജിയുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം എന്നെ വിളിക്കുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറെ ആൾക്കാര് പിന്നെ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഒരുപാട് ആദരവോടെയും സ്നേഹത്തോടെയും കണ്ട കുറെ അധികം ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സംഘത്തിന്റെ പ്രോഗ്രാമിന് പോയിട്ട് ഞാൻ കാശ് ചോദിച്ചു, ഞാൻ പാർട്ടിയുടെ പ്രോഗ്രാമിന് പോയിട്ട് കാശ് ചോദിച്ചു, ഞാൻ അമ്പലത്തിലെ പ്രോഗ്രാമിന് പോയിട്ട് കാശ് മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്പലത്തിലെ പ്രോഗ്രാമിനല്ല പോയിട്ടുള്ളത്, ഞാൻ പാർട്ടിയുടെ പ്രോഗ്രാമിനല്ല പോയിട്ടുള്ളത്, ഞാൻ സംഘത്തിന്റെ പ്രോഗ്രാമിനല്ല പോയത്. ഞാൻ പോയത് NSSന്റെ തിരുവല്ല പെണ്ണുക്കര തെക്ക് NSSന്റെ കരയോഗ മന്ദിരത്തിൽ അവരുടെ ഓണാഘോഷം ഉദ്ഘാടനത്തിനും കുടുംബസംഗമം ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ NSSന്റെ ആ വർഷത്തെ ഡയറക്ടറി, പുതിയ വർഷത്തെ 2024 ഡയറക്ടറി പ്രകാശനത്തിനുമാണ് ഞാൻ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരു കലാകാരി അല്ലെങ്കിൽ കലാകാരന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ യാതൊരു തരത്തിലുള്ള വരുമാന മാർഗങ്ങളും ഇല്ല. നമ്മളുടെ ഗസ്റ്റ് അപ്പിയറൻസിന് നമുക്ക് കിട്ടുന്ന കാശ്
ഇല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ കിട്ടുന്ന കാശ്, നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാംസിൽ നമ്മളെ വിളിക്കുമ്പോൾ കിട്ടുന്ന കാശ്, ഇത് തന്നെയാണ് നമ്മുടെ വരുമാനമായിട്ടുള്ളത്. ഞങ്ങൾ ആരും വേറെ ഇപ്പം സാറായിക്കോട്ടെ, ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറായിക്കോട്ടെ, ശ്രീകുമാരൻ തമ്പി സാറായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, എന്നെ പോലെയുള്ള മറ്റു കലാകാരന്മാരായിക്കോട്ടെ, എല്ലാവരും കല കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. കവിതകൾ എഴുതിയും കവിയരങ്ങുകളിലുള്ള പിന്നെ പ്രേക്ഷകരെ, സദസ്സിനെ ഒരുപാട് നേരം സന്തോഷിപ്പിച്ചും കവിത ചൊല്ലിയും ഒക്കെയാണ് നമുക്കൊരു വരുമാനം ഉണ്ടാവുന്നത്. എനിക്കല്ല, അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ് വരുമാനം ഉണ്ടാകുന്നത്. എന്നെ പോലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ്? ഇത്തരം പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ എന്താണ് ആ വേദി എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് രസകരമായിട്ട് അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ പിന്നെ പ്രോഗ്രാംസ് ചെയ്യുന്നു. ഞാൻ അവർക്ക് വേണ്ടി പാട്ട് പാടാറുണ്ട്. അവരെ 1 മണിക്കൂറോ അരമണിക്കൂറോ 3/4 മണിക്കൂറോ അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ എന്താണോ ആ വിഷയമുള്ളത് ആ വിഷയത്തിനനുബന്ധമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നെ ഒരു രാജേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പൊ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇവിടുന്ന് 132 കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പം എനിക്ക് 50,000 രൂപയും 5,000 രൂപ ടിയെയും എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വളരെ വളരെ കറക്റ്റ്, പിന്നെ അതിനൊന്നും യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യും. മാഡത്തിനെ കഴിഞ്ഞ് 1 വർഷമായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. അന്ന് മാഡത്തിന് വരാൻ പറ്റിയില്ല, അന്ന് മാഡം ബിഗ് ബോസിന് പോയി, അതുകൊണ്ട് മാഡം തന്നെ വരണം, ഇവിടുത്തെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോ ഈ അഡ്വാൻസ് ആയിട്ട് കാശ് മേടിക്കണമെന്നും അക്കൗണ്ടിലേക്ക് കാശ് ഇട്ടാലേ വരുള്ളൂ എന്ന് പറയാൻ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മളെ വിളിക്കുന്നത് ഇവരെ പോലെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പരിചയത്തിന്റെ പുറത്തൊക്കെ ആയിരിക്കുമല്ലോ വിളിക്കുന്നത്. അപ്പൊ പിന്നെ സൗഹൃദത്തിന് എന്ത് വിലയാണുള്ളത്? അതുകൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾക്കൊന്നും മുതിരാണ്ട് ഞങ്ങൾ വന്നുകൊള്ളാം എന്ന് പറയുന്നത്. അങ്ങനെ സെപ്റ്റംബർ 27 വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് കുറെ ആൾക്കാരുടെ കമന്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന്. തീർച്ചയായിട്ടും കാര്യമാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർ വരുമ്പോൾ ഒരു പ്രാവശ്യം ഇട്ട ഒരു ഡ്രസ്സ് പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് ഇടാനായിട്ട് പറ്റില്ല. പുതിയ ഡ്രസ്സ് പോയിട്ട് വാങ്ങിക്കണം, അത് നമുക്കാരും ഫ്രീ ആയിട്ട് തരത്തില്ല. നമ്മളുടെ കാറിൽ ഡീസൽ ഒഴിക്കണം, ഈ ഡീസൽ നമുക്കാരും ഫ്രീ ആയിട്ട് തരത്തില്ല. അതിനെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ മതിയായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ഓൾ ഓവർ ദ ഡേ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള യാത്രാ ദൂരം, റെഡി ആവാനുള്ള സമയം, പിന്നെ എനിക്കൊരു ചെറിയ മോളാണുള്ളത്. അപ്പൊ ഈ കുഞ്ഞിനെയൊക്കെ രാവിലെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കി ഞങ്ങള് പിന്നെ ഇവിടുന്ന് 132 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് വെള്ളം പോലും കുടിക്കാണ്ട് അവർ പറയുന്ന ഒരു സ്ഥലത്ത് എത്തുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടിനെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും റെസ്പെക്ട് ചെയ്തേ മതിയാവുള്ളൂ. അത്തരം റെസ്പെക്ട് ചെയ്യാത്ത സ്ഥലങ്ങളിലേക്ക് എന്തിനാണ് ഞങ്ങളെ പോലത്തെ ആൾക്കാരെ വിളിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോ ഞങ്ങൾ അങ്ങനെ ആ പ്രോഗ്രാമിന് ചെന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മളെ ഒന്നും ഇത്ര ദൂരത്തുനിന്ന് വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. കാരണം എന്നെക്കാൾ അറിവും പക്വതയുമുള്ള കുറെ അധികം പേര്, തല നരച്ചിട്ടുള്ള കുറെ അധികം ആൾക്കാരുള്ളടുത്ത് എന്നെ പോലെ ഒരാൾ അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒന്നും പറഞ്ഞു കൊടുക്കാനായിട്ടില്ല. അപ്പൊ ഞാൻ വരേണ്ടതില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. വളരെ ചെറിയൊരു സദസ്സാണ്, വളരെ ചെറിയൊരു സ്റ്റേജ്, എന്നിട്ടും നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അയ്യോ ഇത്രയും ദൂരത്തേക്ക് നമ്മൾ എന്തിനായിരുന്നു വന്നതെന്നൊരു വിചാരം നമുക്കുണ്ടെങ്കിലും നമ്മൾ അവിടെ വളരെ സന്തോഷപൂർവ്വം നമ്മൾ പറഞ്ഞ സമയത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ അതിന്റെ ഒരു പ്രസിഡന്റ്, NSS കരയോഗ മന്ദിരത്തിന്റെ ഒരു പ്രസിഡന്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ എന്താ പറയാ, മറ്റു മതവിശ്വാസത്തിൽ നിന്നും സനാതന ധർമ്മത്തിലേക്ക് ആകർഷ്ടയായിട്ട് വന്നിട്ടുള്ള ലക്ഷ്മിപ്രിയ. എന്തിനായിരുന്നു അത്തരത്തിലൊരു അഡ്രസ്സിംഗ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സുഹൃത്തുക്കളെ. അതായത് ഒരുവന്റെ വിശ്വാസമോ രാഷ്ട്രീയമോ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വേദികൾ എന്ന് പറയുന്നത് വേറെയാണ് അല്ലെ. എന്നെ പോലൊരു കലാകാരിയെ വിളിക്കുമ്പോൾ നമ്മൾ ഇന്ന പ്രോഗ്രാമുകളിലൊക്കെ കണ്ടിട്ടുള്ള ലക്ഷ്മിപ്രിയ, അല്ലെങ്കിൽ ഇന്ന സിനിമകളിൽ കണ്ടിട്ടുള്ള ലക്ഷ്മിപ്രിയ, കോമഡി അഭിനയിക്കുന്ന ലക്ഷ്മിപ്രിയ, ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള ലക്ഷ്മിപ്രിയ, അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ലക്ഷ്മിപ്രിയ എന്നൊക്കെ പറയുന്ന വാക്കുകൾ തന്നെ വളരെ ധാരാളമാണ്. ഓക്കെ, അപ്പം ആ സദസ്സിലേക്ക് എന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് നമ്മളെ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറയുന്ന ഒരു ഫീല് സത്യമായിട്ടും എനിക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ടും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു 3/4 മണിക്കൂറോളം അവിടെ തന്നിരുന്ന ഒരു വിഷയത്തിനെ അടിസ്ഥാനമാക്കി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മോളൊക്കെ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇവര് ഫുഡ് കഴിക്കാൻ വേണ്ടി വളരെയധികം നിർബന്ധിച്ചു. അപ്പൊ കുഞ്ഞൊന്നും അങ്ങനെ ഒരു ഇലയിലിരുന്ന് അച്ചടക്കത്തോട് കൂടിയിട്ട് സദ്യയൊന്നും കഴിക്കുന്ന ആളല്ല. കുഞ്ഞൊന്നും ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പോകാം, ഞങ്ങൾ പോയിക്കോട്ടെ, ഞങ്ങൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും അവർ വളരെ നിർബന്ധിച്ച്, സ്നേഹത്തോടെ അവർ നിർബന്ധിച്ച് നമ്മൾ അവിടെ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം
ഭക്ഷണം കഴിച്ചു. അതിനുശേഷം അവിടെ വന്ന മുഴുവൻ ആൾക്കാരുടെ കൂടെ നമ്മൾ സെൽഫി എടുത്തു. എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആള് നമ്മുടെ കയ്യിൽ ഒരു കവർ കൊണ്ടു തന്നു. ഈ കവർ കൊണ്ട് തന്നിട്ട് നമ്മളെ അതുവരെ വിളിച്ചുകൊണ്ടിരുന്ന ഈ രാജേഷ് പെണ്ണുക്കര എന്ന് പറയുന്ന വ്യക്തിയെ പൊടിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റില്ല. മഷിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്താണ് അദ്ദേഹം അങ്ങ് മാറിക്കളഞ്ഞെന്ന് ഓർക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു കവർ തന്നു. കവർ തന്നിട്ട് ഇദ്ദേഹം അങ്ങ് കയറി അങ്ങ് പോയി. പിന്നെ അകത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാള് വന്നാൽ പോലും എന്റെ പിന്നെ കാറിന് റിവേഴ്സ് ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. എന്റെ വണ്ടി ഇന്നോവ ക്രസ്റ്റയാണ്. അതിനകത്തില് ഈ പറയുന്ന റിവേഴ്സ് ക്യാമറയൊക്കെ എന്റെ കാറിനുണ്ട്. പക്ഷേ നമ്മള് ഒരു സാമാന്യ മര്യാദയാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവരെ ഗേറ്റിന്റെ അടുത്ത് വരെ ചെന്ന് യാത്രയാക്കുക. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ചെന്നിട്ടുള്ള ആള്. നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ യാത്രയാക്കാനായിട്ട് അവരുടെ കൂടെ നമ്മളൊന്നും ചെല്ലില്ലേ? കാറിന്റെ അടുത്ത് വരെയൊക്കെ ചെന്ന് ഒരു ബായി ഒക്കെ പറഞ്ഞ് ഇനിയും കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യാത്രയാക്കില്ലേ? അപ്പൊ തന്നെ എനിക്ക് സംശയമുണ്ട്, ഇവരെന്താ ഇങ്ങനെ ഒരു ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ പിന്നെ പോകേണ്ടത് ട്രിവാൻഡ്രത്തേക്കാണ്. അതിനുള്ള വഴിയും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ വഴി തെറ്റി ഞാൻ പോകുന്ന സമയത്താണ് ഞാൻ ഇത് അഴിച്ചു നോക്കുന്നത്. അഴിച്ചു നോക്കിയിട്ട് ആ എമൗണ്ട് ഞാൻ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് ആൾക്കാരുടെ എഴുത്തിലൊക്കെ കണ്ടു എനിക്ക് തന്നത് 25,000 എനിക്ക് തന്നത് 20,000 എനിക്ക് തന്നത് 15,000 അതൊന്നും ഒരു മോശം തുകയല്ല, ഞാനത് വലിച്ചെറിഞ്ഞിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല സുഹൃത്തുക്കളെ. 6,500 നോട്ടുകളാണ് അതിനകത്തുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് 3,000 രൂപയാണ് അതിനകത്തിലുണ്ടായിരുന്നത്. 6,500 രൂപയുടെ ഡീസൽ അടിച്ചിട്ടാണ് ഞാൻ അവിടം വരെ പോയത്. ഈ പറഞ്ഞ ദൂരത്തേക്ക് 132 264 കിലോമീറ്ററിന് ഒരു പക്ഷേ 6,500 രൂപയുടെ ഡീസൽ ഒന്നും വേണ്ടി വരില്ലായിരിക്കും. പക്ഷെ എങ്കിലും 3,000 രൂപയുടെ ഡീസൽ എന്തായാലും പോരാ അല്ലേ? മത്തി വിൽക്കുന്നത് പോലെ മത്തിക്ക് വിലയിടുന്ന പോലെ ഒരു കലാകാരിക്കോ ഒരു കലാകാരനോ ഒരു കവിക്കോ ഒന്നും വിലയിടാനായിട്ട് പൊതുസമൂഹമായിട്ടില്ല. നമ്മൾ എന്താണ് പറയുന്നത്, ആ വില തരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇത്തരം വേദികളിൽ നിന്നും ഒഴിവാക്കി നിർത്തണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആ 3,000 രൂപ കണ്ടു കഴിഞ്ഞപ്പോൾ 55,000 രൂപ തരാമെന്ന് രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് ഉറപ്പ് നൽകിയതിന്റെ പേരിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ആ സമയത്ത് ഓണമാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് വളരെ എന്താ പറയാ, നമുക്ക് കുറച്ചുകൂടെയൊക്കെ കാശ് കിട്ടുന്ന, നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ഇത് മാത്രമേ വരുമാനമായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കാശ് കിട്ടുന്ന ഓണം പ്രോഗ്രാംസ് ഒക്കെ ഉള്ള ഒരു സമയത്താണ് നമ്മൾ ഇദ്ദേഹത്തിനോടുള്ള ആദരവ് കൊണ്ടും ബഹുമാനം കൊണ്ടും ഒക്കെ ഞാൻ അവിടെ പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഈ 3,000 രൂപ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വഴി അറിയില്ല. പിന്നെയും വണ്ടി നമ്മൾ തിരിച്ചു വന്നിട്ട് ഈ തന്ന മേൽപ്പടി കക്ഷിയെ, ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ആളിനെ ഞാൻ റോഡിന്റെ അപ്പുറത്തെ സൈഡിലേക്ക്, മറു സൈഡിലേക്ക് ഞാൻ വിളിച്ച് ചെവി അറിയാണ്ട് അതീവ രഹസ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു അതെന്താ തിരിച്ചു തരുന്നത്? അത് ഞാൻ പറഞ്ഞു ഇതല്ല എന്റെ പ്രതിഫലം ചേട്ടാ. അയ്യോ, പ്രതിഫലത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അത് എന്റെ പ്രശ്നമല്ല, താങ്കളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ, താങ്കളെ ഞാനും മുമ്പ് സംസാരിച്ചിട്ടില്ല. സംസാരിച്ചത് രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കാമെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞു. ഇല്ല, രാജേഷ് വളരെ എമർജൻസി ആയിട്ട് എവിടേക്കേ പോയി. എനിക്കറിയാം അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. ആ വേദി വിട്ട് അദ്ദേഹം എങ്ങോട്ടും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ട് അദ്ദേഹം പോയി കാണില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ട്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് വരുന്ന ദൂരമാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. അന്നേരം പറഞ്ഞു വേണ്ട, അത് രാജേഷ് എന്തൊക്കെയോ പറഞ്ഞു. അന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ NSS അങ്ങനെ തരാനായിട്ട് ഫണ്ടില്ല. NSSന് ഫണ്ടില്ലെങ്കിൽ സുഹൃത്തെ എന്തിനാണ് ഞങ്ങൾ അങ്ങോട്ട് തിരിയുന്ന വഴിയിലെല്ലാം ഈ NSS ഫ്ലക്സ് അടിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാണ്? ഞാൻ വരുന്നു എന്നതിന്റെ പേരിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പിരിവ് നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഒരു കലാകാരന് വാല്യൂ ഇല്ലെങ്കിൽ എന്തിനാണ് ഇത്തരം സദസ്സുകളിലേക്ക് ക്ഷണിക്കുന്നത്? എന്തിനാണ്? തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടീസിൽ നമ്മുടെ പടം വെച്ചിട്ടുണ്ടെങ്കിൽ, നോട്ടീസ് അച്ചടിച്ച് നിങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വഴിനീളെ ഫ്ലെക്സ് വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളുടെ പേര് വെച്ച് നിങ്ങൾ ഈ പറയുന്ന സംഭവത്തിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അത് എന്തിനായിരുന്നു ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞ ചേട്ടൻ എന്നോട് മുന്നേ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തമ്മിൽ തർക്കമൊന്നും വേണ്ട. എന്തായാലും ഞാൻ വന്നു, നിങ്ങളുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു, വളരെ സന്തോഷം ചേട്ടാ, ഭക്ഷണം കഴിച്ചു, എന്തായാലും ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോയതിനു ശേഷമാണ് ശ്രീ സന്ദീപ് വജസ്പതിയെ ഞാൻ ഫോൺ വിളിക്കുന്നത്. ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്റെ അടുത്ത് ക്ഷമ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല, ഒരു കാര്യം ചെയ്യൂ ലക്ഷ്മി, എനിക്ക് അക്കൗണ്ട് നമ്പർ തന്നേക്കാനായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പറഞ്ഞ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് തരാൻ വേണ്ടിയിട്ട് 55,000 അല്ല 25,000 രൂപയോ മറ്റോ അവർ കരുതി വെച്ചിരുന്ന തുക അവിടെ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി.
ഒരാൾക്ക് പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടായി, ആ ആക്സിഡന്റിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഇതാണോ ഒരു സംഘപ്രവർത്തകന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? ഇതാണോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ ഞാൻ വിശ്വസിച്ചേനെ, നിങ്ങൾ കുറച്ചും കൂടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമായിരുന്നു. ദേ, ഞങ്ങളുടെ കയ്യിൽ ഇത്ര രൂപയേ ഉള്ളൂ തരാനായിട്ട്, ഇന്ന ഒരു എമർജൻസി ഉണ്ടായതുകൊണ്ട് ലക്ഷ്മിക്ക് തരാനായിട്ട് വെച്ചിരുന്ന തുക ഞങ്ങൾ അതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ ഞങ്ങൾ അതനുസരിച്ച് ചെയ്തോളാം. അപ്പൊ ഞാൻ പറയും, അയ്യോ, ഇത്രയും വലിയൊരു ഗുരുതരമായ ഒരു കേസ് ഉണ്ടായതല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ കാശ് എടുത്തോളൂ, എനിക്ക് കാശ് വേണ്ട, അപ്പൊ നമുക്ക് ഇനി എന്തായാലും കാണാം എന്ന് പറഞ്ഞ നല്ല വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് പോരാൻ കഴിയുമായിരുന്നു. അതിന് പകരം ഇദ്ദേഹം അവിടെ ഒളിച്ചു നിന്നിട്ട് അതിന്റെ പ്രസിഡന്റിന്റെ കയ്യിൽ 3000 രൂപയുടെ കവർ മാത്രം കൊടുത്തിട്ട് നിങ്ങൾ മാറി നിന്നത് അത്ര ശരിയല്ല. മാത്രമല്ല, ഞാനൊരു 2004 മുതലൊക്കെ തന്നെ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ആദ്യം സീരിയലിൽ ഡബ് ചെയ്തും പിന്നെ സീരിയലിൽ അഭിനയിച്ചും പിന്നീട് 2005 മുതൽ സിനിമയിൽ അഭിനയിച്ചും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പറയുന്ന സമയത്ത് പ്രതിഫലം തരാതിരിക്കുക, അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും കാണാതിരിക്കുക, ഇതുപോലെ ഇനോഗ്രേഷന് വിളിച്ചിട്ട് പറ്റിക്കുക, കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവശ്യമില്ലല്ലോ, അപ്പൊ പിന്നെ ആക്സിഡന്റ് ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും. ഇങ്ങനത്തെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനത് മനസ്സിലാക്കി ഞാൻ വിട്ടു. പിന്നെയും സന്ദീപ് ജി എന്റെ അടുത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സന്ദീപ് ജിക്ക് വാട്സപ്പില് അദ്ദേഹത്തിന് ഞാൻ എന്റെ അക്കൗണ്ട് നമ്പറും എനിക്ക് തരാമെന്ന് പറഞ്ഞ എമൗണ്ടിന്റെ ഡീറ്റെയിൽസും ഞാൻ അയച്ചു കൊടുത്തത്. ഇതാ നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പം ഉൾട്ടയായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത്. അപ്പൊ തല തിരിച്ചു പിടിച്ച് നോക്കിയാൽ മനസ്സിലാവും. എമൗണ്ട് കണ്ടാൽ മതി നിങ്ങൾ, ഇതിനകത്ത് കൃത്യമായിട്ട് കിടപ്പുണ്ട്. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇത് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. ഇതിൽ സന്ദീപ് ജി ലൈവിൽ വന്നിട്ട് പറഞ്ഞതുപോലെ ഞാൻ 75,000 80,000 ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് 55,000 പ്ലസ് ഇത്രയും ദൂരവും പിന്നെ എനിക്കിങ്ങനെ ഒരു മാനസിക വിഷമമൊക്കെ ഉണ്ടാവുമ്പം ഞാൻ അങ്ങനെ കണക്ക് പറയാതിരിക്കേണ്ട ആവശ്യമില്ല എന്ന് കണ്ടിട്ട് തന്നെ ഞാൻ 56,000 രൂപയാണ് ചോദിച്ചിട്ടുള്ളത്. 1000 രൂപയും കൂടെ കൂടുതലായിട്ടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോഴും അദ്ദേഹം അത് തരാമെന്നോ തരത്തില്ലെന്നോ പറഞ്ഞിട്ടില്ല. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇദ്ദേഹത്തിനെ പലതവണ ഫോൺ വിളിച്ചിട്ടുണ്ട്. കാരണം സന്ദീപ്, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളിൽ ഒരാൾ എന്റെ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മാന്യമായിട്ട് ആ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം എന്നിൽ നിക്ഷിപ്തമായിട്ടുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ പറയണേ, എനിക്കിതൊന്നും പരിഹരിക്കാനായിട്ട് പറ്റില്ല, ഞാൻ വിളിച്ചു, നിങ്ങൾ വന്നു, അത്രേ ഉള്ളൂ, എനിക്കിതിനകത്ത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തം ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല, ഇപ്പൊ അങ്ങനെ പറ്റിപ്പോയി, എന്ത് ചെയ്യാനാണ് എന്ന് അദ്ദേഹത്തിന് ചോദിക്കാൻ വരുന്നു. മറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറയുന്ന ഈ തുക എനിക്ക് അയച്ചു തരാം, അതിന്റെ എന്റെ അക്കൗണ്ട് നമ്പർ അയച്ചേക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ക്ഷമ പറയുകയാണ് ചെയ്തത്. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ, ആ ആഴ്ചകളിലൊക്കെ ഓണം തിരക്ക് ഇതിനൊക്കെ ഞാൻ വിട്ടു. അതിനുശേഷം ഒക്കെ ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട്, അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും അദ്ദേഹം പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. തീർച്ചയായിട്ടും എനിക്ക് ആ തിരക്ക് മനസ്സിലാവും. പിന്നെയും അദ്ദേഹത്തിന് ഞാൻ വാട്സാപ്പും സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്, അതിനൊന്നും അദ്ദേഹം റെസ്പോണ്ട് ചെയ്തിട്ടില്ല. എല്ലാ സന്ദേശവും ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഈ ഫോൺ എന്ന് പറയുന്ന ഒരു വലിയ തെളിവാണല്ലോ, ഇതിനെ മറച്ചു വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ തെളിവുകളെ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം അതിനെ കാര്യമാക്കിയിട്ടില്ല. പിന്നീട് ഞാൻ വിളിക്കുമ്പോൾ എന്റെ ഫോൺ അദ്ദേഹം എടുത്തിട്ടില്ല. അപ്പം ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇതേ പറ്റിക്കൽ എനിക്ക് മാത്രമല്ല എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് പറ്റിയിട്ടുള്ളത് കൊണ്ടും ഇതിന്റെ ഒന്നും പിന്നാലെ നടന്നാൽ നമ്മൾ മൂഡ് ഓഫ് ആകും എന്നല്ലാണ്ട് യാതൊരു കാര്യമില്ല. അവരുടെ ആവശ്യം കഴിഞ്ഞു. സെപ്റ്റംബർ 27 എന്നുള്ളത് കഴിഞ്ഞു. അവിടെ പെണ്ണുക്കര തെക്കിന്റെ കുടുംബസംഗമം കഴിഞ്ഞു, ഓണാഘോഷം കഴിഞ്ഞു, എന്താ പറയാ, ഡയറക്ടറി പ്രകാശനം അത് ഗംഭീരമായിട്ട് കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്റെ ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് അവർക്ക് എന്റെ ഫോൺ എടുക്കാതെ ഇരിക്കാം. അപ്പോൾ അദ്ദേഹം എന്റെ ഫോൺ എടുത്തിട്ടില്ല. ഞാൻ ഈ വിഷയം വിട്ടെങ്കിലും എന്റെ ഹസ്ബൻഡിന് നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരാളിനെ ഞാൻ അവരോട് അവസരം ചോദിച്ചിട്ടല്ലല്ലോ, കാക്കനാട് കിടക്കുന്ന എനിക്ക് എന്താവശ്യമാണ്, പെണ്ണുക്കരത്തൊക്കെ എനിക്കൊരു മനുഷ്യരെ അറിയില്ല. അപ്പൊ ഈ ഇദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് അവിടം വരെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിന് എഫേർട്ട് എടുക്കണം? അപ്പൊ എന്റെ ഹസ്ബൻഡും എന്റെ കുഞ്ഞും അടങ്ങുന്ന ഒരു കുടുംബം വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് 10 മണിക്ക് 10:30 മണിക്കുള്ള ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇവിടുന്ന് പോയിട്ടുണ്ടാവുക? ഞാൻ മാത്രമല്ല, എന്റെ ഹസ്ബൻഡും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ദേഷ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് വിളിച്ചു, സന്ദീപ് വചസ്പതിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ലക്ഷ്മിക്ക് ഫോൺ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറയുകയാണ്, എന്താ ഞാൻ കാരണം അവർക്ക് ഒരുപാട് നാണക്കേടുണ്ടായി. അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ കാരണം എന്ത് നാണക്കേടുണ്ടായി? അപ്പൊ അത് നിങ്ങൾ എല്ലാവരെയും അറിയിച്ചു. ഞാൻ പറഞ്ഞു, സന്ദീപ് ജി, ഞാൻ ഒരു മനുഷ്യരെ അറിയിച്ചിട്ടില്ല. അത് എന്റെ പ്രോഗ്രാമിന് മമ്മൂട്ടി വന്നിട്ടുണ്ട്,
വന്നിട്ടുണ്ട്, അമിതാഭ് ബച്ചൻ വന്നിട്ടുണ്ട്, ശിവത വന്നിട്ടുണ്ട്, മോഹൻലാൽ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് ലിസ്റ്റ് പറയാണ്. ശരിയാണ്, അവരൊക്കെ വന്നു കാണുമായിരിക്കും. അതിൽ ഞാൻ അതുപോലെ ഫ്രീ ആയിട്ട് ചെല്ലണമെന്ന് യാതൊരു നിർബന്ധവുമില്ലല്ലോ. സൗജന്യമായിട്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ ഞാൻ പോയിട്ടുണ്ട്, പ്രചരണത്തിന് പോയിട്ടുണ്ട്. ഞാൻ പ്രതിഫലം വാങ്ങിച്ചിട്ടില്ലല്ലോ. വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറയട്ടെ. പാർട്ടി പ്രോഗ്രാമിന് ഒന്നിനല്ലോ, സൗഹൃദത്തിന്റെ പുറത്തൊരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഉത്തരവാദിത്വമായിട്ട് രമ്യമായിട്ട് പരിഹരിക്കാനുള്ള ബാധ്യത തീർച്ചയായിട്ടും ശ്രീ സന്ദീപ് വചസ്പതിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം അവരും ഇവരും ഒക്കെ ഫ്രീ ആയിട്ട് വന്ന കാര്യമാണ് പറയുന്നത്. ഇവരൊക്കെ പോയതിനെക്കാട്ടിൽ ആയിരക്കണക്കിന് പ്രോഗ്രാമുകൾക്ക് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഫ്രീ ആയിട്ട് പോയിട്ടുണ്ട്. ഹോസ്പിറ്റലുകളിലെ പ്രോഗ്രാം, ഇപ്പൊ ദേ കഴിഞ്ഞ ആഴ്ചയും കൂടെ അമൃതയിൽ ഡൗൺ സിൻഡ്രോം ബാധിച്ചിട്ടുള്ള കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് തൊട്ട് ആഴ്ച തന്നെ സംഘത്തിന്റെ തൊട്ട് മുന്നത്തെ ആഴ്ച, അതായത് ഞാൻ ഈ പ്രോഗ്രാമിന് പോകുന്നതിന്റെ ഒരാഴ്ച മുൻപ് സംഘത്തിന്റെ മുതിർന്ന സംഘപ്രവർത്തകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു ഇവിടെ കൊച്ചിയിൽ തന്നെ. ഞാൻ അതിന് പോയി. എന്റെ വണ്ടിയിൽ നിന്ന് പെട്രോൾ അടിച്ച് ഞാൻ പോവുകയാണ് ചെയ്തത്. അതിനൊന്നും ഞാൻ പ്രതിഫലം മേടിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ പ്രതിഫലം വാങ്ങിപ്പോകുന്ന പ്രോഗ്രാമുകളെക്കാട്ടിലും പ്രതിഫലം വാങ്ങിക്കാതെ പോയിട്ടുള്ള പ്രോഗ്രാമുകൾ തന്നെയാണ് എണ്ണത്തിൽ കൂടുതൽ. മനസ്സിലാവുന്നുണ്ടോ? ഓരോ കടക്കാർ നമ്മളെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ എണ്ണിപ്പെറുക്കി നുള്ളിപ്പെറുക്കിയൊക്കെ നമുക്ക് നമ്മൾ പറഞ്ഞ കാശ് ഒപ്പിച്ച് അവർ തരുമ്പം നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയിട്ട് രഹസ്യമായിട്ട് അവരെ വിളിച്ചിട്ട് ഈ കടയ്ക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചേൽപ്പിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ. അത് ഞാൻ മാത്രമല്ല, എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അത് ഞാൻ വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയുന്നൊന്നുമല്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് ചെയ്യുന്ന എന്റെ അടുത്താണ് ഇദ്ദേഹത്തിന് ഒരുപാട് പേര് ഫ്രീ ആയിട്ട് വന്നിട്ടുള്ള കാര്യം പറയുന്നത്. പിന്നെ ഇപ്പൊ ഇത്രയും ദൂരത്ത് പോയിട്ട് സൗജന്യം ചെയ്യാൻ മാത്രം ശേഷിയുള്ള ഒരാളല്ല ഞാൻ എന്നെ പോലുള്ള ഒരാൾ ചെയ്യും. ഇപ്പൊ തിരുവല്ല പരിസരത്ത് ഒരു പ്രോഗ്രാമിൽ ഞാനുണ്ട്, ഒരു ഷൂട്ടിങ്ങിന് ചെന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ ചെന്നു. അപ്പൊ എന്റെ അടുത്ത് ഇദ്ദേഹത്തിനെ പോലെ ഒരാൾ പറയാണ്, ഞങ്ങളുടെ ഇന്ന ദിവസം ഇങ്ങനെ പ്രോഗ്രാമാണ്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചാൽ തികച്ചും സൗജന്യമായിട്ട് എനിക്ക് പോകാൻ പറ്റും അല്ലെ. അല്ലാണ്ട് കയ്യിൽ കിടക്കുന്ന പൈസ എടുത്ത് ഡീസൽ അടിച്ച് ഇത്ര ദൂരത്ത് ചെല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും മാന്യതയില്ലാത്ത വർത്തമാനം തന്നെയാണ്. പിന്നെ അദ്ദേഹം ഭയങ്കര ഷൗട്ട് ചെയ്തിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത്. അവിടെ ലക്ഷ്മിപ്രിയ ഇല്ല, എന്താ പറയാ, ഞാൻ ആ പോസ്റ്റിൽ എഴുതിയ പോലെ എതിരാളികളെ മലർത്തി അടിക്കുന്ന വാചക കസർത്ത് കൊണ്ട് അമ്മാനമാടുന്ന സന്ദീപ് വചസ്പതിയുടെ വേറൊരു മുഖമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതൊന്നും കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും എന്നെ കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം കഴിഞ്ഞതുകൊണ്ടും എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, ഇതുവരെ ഞാൻ ഇത് ആരെ അറിയിച്ചിട്ടില്ല. ഞാൻ ആരെയൊക്കെയോ അറിയിച്ചു എന്നാണ് പറയുന്നത്. ഇത് ആ നോട്ടീസിൽ തന്നെ ഇതിന്റെ പ്രസിഡന്റിന്റെ ഫോൺ നമ്പർ കിടപ്പുണ്ട്, ഇതിന്റെ സെക്രട്ടറിയുടെ ഫോൺ നമ്പർ കിടപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ അവരെയൊക്കെ വിളിക്കാമായിരുന്നു. ഞാൻ ആകെ വിളിച്ചിട്ടുള്ളതും വിളിച്ചുകൊണ്ടിരുന്നിട്ടുള്ളതും സന്ദീപ് വചസ്പതിയെയും അതുപോലെ തന്നെ എന്നെ ഈ വിളിച്ച് ഈ കാശ് തരാം എന്ന് പറഞ്ഞ പ്രസ്തുത വ്യക്തിയായ രാജേഷ് പെണ്ണുക്കരെയും മാത്രമാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. വേറെ ഒരു മനുഷ്യരെയും ഞാൻ വിളിച്ചിട്ടില്ല. എനിക്ക് ആരെയും വിളിക്കാൻ അറിയുക പോലും ഇല്ല. ഓക്കെ, എന്നിട്ട് അദ്ദേഹം അത്രയും കയർത്ത് എന്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ഞാൻ ഇനി എല്ലാരെയും അറിയിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആണ് ഇപ്പൊ ഇദ്ദേഹം പ്രതികരിച്ചല്ലോ. ബാലേന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹം പ്രതികരിച്ചല്ലോ, എനിക്ക് ഇനി ഇതുപോലെയുള്ള ചടങ്ങുകളിലേക്ക് ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്, എന്റെ ആയുസ്സും ആരോഗ്യവും ഇനി അതിനു വേണ്ടിയിട്ട് കളയാൻ എനിക്ക് പറ്റില്ല, 2400 രൂപ അല്ല ഒരു കവിക്കിടേണ്ട വില എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടാണ് ഞാൻ ആ പോസ്റ്റ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത്തരം തിക്താനുഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വരുന്നത്. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ എഴുതിയ കൂട്ടത്തിൽ വെച്ചാൽ ഞാൻ സംഘത്തിന്റെ പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്, പാർട്ടി പ്രചരണത്തിന് പോയിട്ടുണ്ട്, ഇതിനൊക്കെ ഞാൻ പോകാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ ഒരു പാർട്ടിയിലും മെമ്പർ അല്ല കേട്ടോ, ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെ പോയ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് തൃശ്ശൂര് സ്ഥിരം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതേണ്ടി വന്നത്. അപ്പോൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഞാൻ വളരെ വർഷങ്ങൾ, അതായത് 5-6 കൊല്ലത്തിന് മുന്നേ വരെ ജീവിച്ച സ്ഥലമാണ്. എനിക്ക് സ്വന്തം വീടൊക്കെ ഉള്ളത് തൃശ്ശൂരാണ്. അപ്പോഴും സുരേഷ് ഗോപി എന്ന് പറയുന്ന എന്റെ ചേട്ടനെ കുറിച്ചിട്ട് ഞാൻ ഒരു ചിന്തയും എനിക്ക് വന്നിരുന്നില്ല. തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരുപാട് നിയോജക മണ്ഡലങ്ങളുണ്ടെന്നും ആ ഇന്ന നിയോജക മണ്ഡലങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്യണമായിരുന്നു എന്നും എന്റെ ഓർമ്മയിലേക്ക് സത്യം പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് പൈസ തരാനുള്ളത് വേറൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറഞ്ഞു. അദ്ദേഹം എനിക്ക് ഇപ്പോഴും വളരെയധികം ആത്മാർത്ഥമായ സ്നേഹവും ബഹുമാനവും ഒക്കെയുള്ള വ്യക്തിയാണ്. ഞാനൊരു കുറ്റപ്പെടുത്തി അല്ല എഴുതിയത്. അന്ന് തന്ന ഒരു ചെക്ക് തന്നു, ഇതിനൊന്നും നമ്മൾ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതിയത്. അപ്പൊ എഴുതുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ അല്ലല്ലോ, നമ്മളുടെ ഇഷ്ടത്തിന് അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. വായിക്കുമ്പോൾ വായനക്കാരന്റെ ഭാവനയിൽ നമുക്ക് എന്തും വായിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പേര്, രാഷ്ട്രീയ അന്ധത ബാധിച്ചിട്ടുള്ള കുറെ
ആൾക്കാർ തൃശ്ശൂരത്തെ സ്ഥിരം സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അത് സുരേഷ് ഗോപിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ അങ്ങ് എഴുതാൻ തുടങ്ങി. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. സെപ്റ്റംബർ 11 വെളുപ്പിനെ ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോഴാണ് ഇവിടുത്തെ ഇങ്ങനത്തെ കോലാഹലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴേ ഇടയ്ക്ക് എനിക്ക് റേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ അതിന് കമന്റ് ചെയ്യുന്നുണ്ട്, സുരേഷ് ചേട്ടനല്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ സുരേഷ് ചേട്ടനോ എനിക്കുമായിട്ട് ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു പോസ്റ്റ് എഴുതണം എന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ മാത്രമല്ല, ഞാൻ ആരൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട്. അത് സുരേഷ് ഗോപി അല്ല, സുരേഷ് ചേട്ടനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയരുത്, രാഷ്ട്രീയ അന്ധത ബാധിച്ചു എന്ന് വെച്ചിട്ട് എന്തും പറയരുത്. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനും അതീതനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളുടെ അയൽപക്കക്കാരിയായിട്ട് അദ്ദേഹത്തിന് അനിയത്തിയായിട്ട് ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം എന്റെ ചേട്ടനെ കുറിച്ച് അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ ഒരുപാട് എഴുതി. പിന്നെ നമ്മുടെ ഇതിൽ തന്നെയുള്ള ആൾക്കാർ 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ച് കൊച്ചിയിലെത്തിയത്. അപ്പൊ ഞാൻ ലൈവ് വരട്ടെ, ഇതൊക്കെ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ തന്നെയുള്ള ആൾക്കാർ പറഞ്ഞു 4 ദിവസം ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ഇതിനൊക്കെ ഇത്ര തന്നെ ആയുസേ ഉള്ളൂ, അതുകൊണ്ട് ലക്ഷ്മി അതിന് ഇനിയും വിശദീകരണത്തിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് അടക്കി അങ്ങ് വെച്ചത്. അപ്പോൾ ആ ചെക്കിലൊക്കെ ഞാൻ വലിയ സീരിയസ്നെസ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് ബാങ്കിൽ പ്രസന്റ് ചെയ്യോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് എനിക്ക് പ്രതിഫലം എനിക്ക് തന്നിട്ടില്ലല്ലോ, നിങ്ങൾ എന്താ പൈസ തരാത്തതെന്ന് എനിക്ക് ചോദിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. അദ്ദേഹം എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, എന്റെ കുടുംബാംഗത്തിനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ തരാത്തത്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ വിഷയം കളഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എഴുതേണ്ടി വന്നത്. അപ്പൊ ആരുടെയെങ്കിലും മനസ്സിൽ ഇപ്പോഴും അത് സുരേഷ് ഗോപിയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ വെക്കരുത്. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അങ്ങനത്തെ ഒരാളല്ല. മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് പോയതൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടും വളരെ അഭിമാനത്തോടു കൂടിയിട്ടും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അത്തരം ചർച്ചകളുടെ ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സന്ദീപ് വാചസ്പതി ഭയങ്കര ഘോരം പ്രസംഗിച്ചുകൊണ്ടൊക്കെ ലൈവിൽ വന്നതൊക്കെ. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഞാൻ ഇപ്പം ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇതിപ്പോ ഒരു സാഹിത്യ അക്കാദമി എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു പ്രസ്ഥാനം അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കൈ ചൂണ്ടി സംസാരിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് വ്യക്തികൾക്കിടയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് പോയാൽ ഈ സെയിം സംഭവം ഉണ്ടാവുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു വലിയ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ പൈസ കിട്ടാത്തൊരവസ്ഥ ഞങ്ങൾ നേരിടാറുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് കേവലം ഒരു സാഹിത്യ അക്കാദമിയുമായിട്ടോ ഇല്ലെങ്കിൽ വേറൊരു വ്യക്തിയുമായിട്ടോ വേറെ കാര്യങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള അല്ല. ഞാൻ അടക്കമുള്ള ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ വേദനയോട് കൂടിയിട്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സീരിയലുകാർക്കും സിനിമാക്കാർക്കും ഒക്കെ ഒരുപാട് കാശ് കൊടുക്കുമെന്ന്. ആ ഒരുപാട് കാശ് കിട്ടുന്ന സിനിമാക്കാർ തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞങ്ങളെ പോലെയുള്ള ഈ ഒരു വിഷയം ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന് ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഇന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നടത്താം എന്നുള്ള ഒരു ഇതുകൊണ്ടും, പിന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് എതിര് പറയാൻ പറ്റാത്തത് കൊണ്ടും ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ പ്രോഗ്രാമുകൾക്ക് ഞങ്ങൾ വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഇനി ഒരു കലാകാരനോ ഒരു സാഹിത്യകാരനോ ഒരു കവിക്കോ ആർക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്ന റെമ്യൂണറേഷൻ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് കൂടുതലാണ്, ഇത്ര ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്, അപ്പൊ ഇത്ര തുക ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ പറയുന്ന തുക നിങ്ങൾ എന്താ പറയാ മാന്യമായിട്ട് ചെയ്യുക. ഇനിയും നമ്മൾ നാളെ കാണേണ്ടതാണ് എന്നുള്ള ഒരു വിചാരത്തോട് കൂടിയിട്ട് ഞങ്ങളോട് സ്നേഹപൂർവ്വം പെരുമാറുക. തിരിച്ചങ്ങോട്ട് 100 തരുമ്പോൾ ഒരു 50 തിരിച്ച് ഇങ്ങോട്ട് തരാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എന്താ പറയാ, കലാകാരന്മാർ അല്ലെ സാഹിത്യകാരന്മാർ എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഈ സമൂഹത്തിൽ നിൽക്കാനായിട്ടും ജീവിക്കാനായിട്ടും ഒക്കെ കഴിയുന്നവരാണ്. ഞങ്ങൾക്കൊന്നും വേറെ ബിസിനസ് ചെയ്യാൻ അറിയില്ല, വേറെ ഒരു ജോലിയും ഞങ്ങൾക്കില്ല. ഇതൊക്കെ തന്നെ ഞങ്ങളുടെ ജോലിയുള്ളൂ. പിന്നെ ഞങ്ങൾ എന്താ പറയാ, ഒരു പ്രാവശ്യം കണ്ട വസ്ത്രം പിന്നെ ഞങ്ങൾക്ക് ധരിച്ചു വരാനായിട്ട് പറ്റില്ല. ഈ പറയുന്ന ദൂരത്തേക്ക് വരുമ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾക്ക് മതിയെങ്കിലും ഒരു ദിവസം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ വിശ്വസിച്ച് വരുമ്പം ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം. അതായത് ഇപ്പുറത്തെ ഞങ്ങളെ വേറൊരു വലിയ പൈസയ്ക്ക് ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരേ സമയം LDF-കാരുടെയും UDF-കാരുടെയും BJP-കാരുടെയും എന്താ പറയാ സന്ദീപ് വാചസ്പതിയുടെ പിന്നെ എന്താ പറയാ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരുടെയും
എല്ലാവരുടെയും ചീത്ത ഒരേപോലെ കേൾക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അറിയാണ്ടാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാശെടുത്ത് വലിച്ചെറിഞ്ഞു, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ 100 ദിവസം നിന്നിട്ട് ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് പ്രൂവ് ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാശിന്റെ വില, കാശില്ലാത്തതിന്റെ വില, ഇതെല്ലാം നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ഞാൻ ഒരിക്കലും കാശ് വലിച്ചെറിയുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയില്ല. അതുകൊണ്ട് എന്താ പറയാ, നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു കലാകാരനെയോ കലാകാരിയോ നിങ്ങളുടെ ഒരു ഇവന്റിന് ക്ഷണിക്കുക. മാന്യമായിട്ട് പ്രതിഫലം കൊടുക്കാമെങ്കിൽ മാത്രം നിങ്ങൾ വിളിക്കുക. ഇല്ലെങ്കിൽ പറയുക. സൗജന്യമായിട്ട് വരേണ്ട പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ അത് പറയൂ. സൗജന്യമായിട്ട് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പം ഇത്തരം കുത്തിത്തിരിപ്പുകൾക്കും ഇത്ര രാഷ്ട്രീയാന്ധത ബാധിച്ചിട്ടുള്ള ചെളി വാരിയേറുകൾക്കൊക്കെ എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. എന്താ പറയാ, ഞാൻ പിന്നെ BJP-യിൽ നിന്ന് പിന്മാറാൻ എനിക്ക് BJP-യിൽ മെമ്പർഷിപ്പ് ഇല്ല. കാരണം നമ്മൾ എപ്പോഴും ഒരു പാർട്ടിക്ക് അധീതരായിട്ടൊക്കെ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് വിമർശിക്കാനൊക്കെ പറ്റുള്ളൂ. എല്ലാവരും നന്നാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വിമർശിക്കുന്നതൊക്കെ. പക്ഷേ എന്താ പറയാ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നമുക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ, ആദരിക്കുന്നവരെല്ലാവരും തന്നെയുണ്ട്. ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ല. അതുകൊണ്ട് അതിൽ നിന്ന് പിരിയുന്നതിനെ പറ്റിയിട്ട് ആരും ആലോചിക്കേണ്ട. അപ്പൊ ഞാനിപ്പോ ഈ പറയുന്നത് പോലും ഞാൻ എന്തൊക്കെ കമന്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നല്ല എന്ന് ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ എന്റെ വേർഷൻ കൃത്യമായിട്ട് ഞാൻ അങ്ങ് പറയാനായിട്ട് ഈ ഒരു അവസരം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. കലാകാരന്മാരെന്ന് പറയുന്നത് ഈ നാടിന്റെ പൊതുസ്വത്താണ്. അവരുടെ കണ്ണുനീര് വീഴാണ്ട് നോക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഈ സമൂഹത്തിനുണ്ട്. അത് കവിയാണെങ്കിലും സാഹിത്യകാരനാണെങ്കിലും നടനാണെങ്കിലും നടിയാണെങ്കിലും കഥാപ്രസംഗക്കാരനാണെങ്കിലും ആരാണെങ്കിലും. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഇത്തരം കലാകാരന്റെ വേദനകൾ എന്താ പറയാ, അത് ഒരു പൊതുസമൂഹത്തിന് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താ പറയാ, ഇദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരും കാണും, പ്രതികൂലിക്കുന്നവരും കാണും. ഇതിങ്ങനെ തിരിച്ച് ചെളി വാരി എറിയാനായിട്ടല്ല, കൃത്യമായിട്ട് അതിനൊരു സോൾവ് ചെയ്യാനായിട്ട്. ഇതൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് കഴിയുന്നില്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ പോലെയുള്ളവരെ മാറ്റി നിർത്തുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ആരെയും വേദനിപ്പിക്കാനോ, ഇനിയും എനിക്ക് ആ കാശ് വേണ്ട, ഞാൻ അന്ന് തന്നെ ഉപേക്ഷിച്ചു, അദ്ദേഹം വലിയ ഗീർവാണം വിട്ടല്ലോ, ഇനി ഈ നിലയത്തിൽ നിന്നും സംപ്രേഷണം ഉണ്ടാവില്ല എന്നൊക്കെ, അത് മാന്യമായിട്ട് പരിഹരിച്ചിട്ട് സന്ദീപ് വചസ്പതി പറഞ്ഞിരുന്നെങ്കിൽ അതിന് കുറച്ചും കൂടി ഉണ്ടാകുമായിരുന്നു എന്നുകൂടി ഞാൻ പറയാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇത് ഒരു തരത്തിലും ഒരാളിനെയും കുത്തി നോവിക്കാനോ, എനിക്ക് ആ കാശും വേണ്ട, ഞാൻ അന്നേ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ഇതിപ്പോ പറയാനുണ്ടായ സാഹചര്യം തീർച്ചയായിട്ടും ഏറ്റവും ആദരണീയനായ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറിനെയും എന്താ പറയാ ശ്രീകുമാരൻ തമ്പി സാറിനെയും ഒക്കെ ഇങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി എന്നുള്ളത് തികച്ചും വേദനാജനകമായതുകൊണ്ട് മാത്രമല്ല എന്റെ ഒരുപാട് സുഹൃത്തുക്കൾക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേലിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് സംഭവിച്ചതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്മേലുള്ള യാതൊരു ചർച്ചകൾക്കും ഞാൻ ഇനി താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.